അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മരണം ഏതൊക്കെ രീതിയിലാണ് പിടികൂടുന്നത് എന്ന് നിങ്ങൾ നോക്കിയേ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു മരണ വാർത്തയാണിത്. ഒരു ചെറുപ്പക്കാരൻ്റെ അതിദാരുണമായ മരണം, അതും അബദ്ധത്തിൽ സ്വന്തം അമ്മയുടെ കൈകളാൽ. മരണം ഏതു വഴിക്കാണ് കടന്നു വരുന്നത് എന്ന് നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. ഇതുപോലുള്ള ചില മരണങ്ങളാണ് നമ്മളെയൊക്കെ തീരാ വേദനയിലാക്കുന്നത്. നമ്മളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനയിലായി പോകുന്നത്. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. ഈ അമ്മ കടുത്ത പനിയുമായി മകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. കടുത്ത പനിയുമായി ആശുപത്രിയിലേക്ക് കാണിക്കാൻ എത്തിയ ആ അമ്മക്ക് സംഭവിച്ച ഒരു അശ്രദ്ധ താൻ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ ആ മകന്റെ ജീവനെടുത്തു. തനിക്ക് കരുതലാകേണ്ട തൻ്റെ മകൻ തൻ്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതായതറിഞ്ഞ് ആ അമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ച് നിലവിളിച്ച് കരയുകയായിരുന്നു. ഒരു പാരസെറ്റമോൾ നൽകാനായി വെള്ളം നൽകിയതാണ് നിമിഷ നേരം കൊണ്ട് തൻ്റെ മകന്റെ ജീവനില്ലാതായത്. ഹൈദരാബാദിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുകയായിരുന്നു ഈ 19-കാരനായ മകൻ ഗണേഷ്. അവിടെ വെച്ച് കഴിഞ്ഞ 2 ദിവസമായി പനി ബാധിച്ച് നാട്ടിലേക്ക് എത്തിയതായിരുന്നു. എന്നാൽ കടുത്ത പനിയായതുകൊണ്ട് തന്നെ മാറാതെ വന്നപ്പോൾ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മകനെ അമ്മ കൊണ്ടുപോവുകയായിരുന്നു. മകനെ പരിശോധിച്ച ഡോക്ടർ അവിടെ വെച്ച് തന്നെ ഒരു ഗുളിക നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ മകന് ഗുളിക നൽകുവാനായി അവിടെ സമീപത്തൊക്കെ വെള്ളത്തിനായി അമ്മ നോക്കി. എന്നാൽ അവിടെയുള്ള വാട്ടർ ഡിസ്പെൻസറിൽ വെള്ളമില്ലായിരുന്നു. തുടർന്നാണ് അമ്മ കാണുന്നത് തൊട്ടടുത്തുള്ള ഒരു ലാബിന് സമീപത്തായി ഒരു കാനിൽ വെള്ളം ഇരിക്കുന്നത് കണ്ടു. അമ്മ ഇത് ഒരു ഗ്ലാസ്സിലായി എടുക്കുകയും മകന് ഗുളികയോടൊപ്പം കുടിക്കുവാൻ കൊടുക്കുകയും ചെയ്തു. ഗണേഷ് ഗുളികയോടൊപ്പം വെള്ളം കുടിച്ചതും പെട്ടെന്ന് കടുത്ത അസ്വസ്ഥതയുണ്ടാവുകയും അവിടെ വെച്ച് പിടഞ്ഞു വീഴുകയും ചെയ്തു. ആ ഒരു CCTV ദൃശ്യം നമുക്കിവിടെ കാണാം. ഇതാണ് ഇവിടെ സംഭവിച്ചത്. വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ആ അമ്മയുടെ നിലവിളിയാണ് ആളുകൾക്ക് സഹിക്കാൻ പറ്റാതായത്. കുടിവെള്ളമാണെന്ന് കരുതി അമ്മ നൽകിയത് ആ മകന് ഫോർമാലിൻ എന്ന ഒരു രാസവസ്തുവായിരുന്നു അത്രേ. എന്തൊരു അതിദാരുണമായ മരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അമ്മക്കുണ്ടായത് അശ്രദ്ധ മാത്രമല്ല, മകന് ഗുളിക നൽകാനുള്ള തിടക്കമായിരുന്നു, വേവലാതിയായിരുന്നു, ബേജാറായിരുന്നു. ആ മകന്റെ രോഗം എങ്ങനെയെങ്കിലും മാറിക്കിട്ടാൻ. അത് എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ ആശുപത്രിയും അധികൃതരും ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആളെ കൊല്ലുന്ന ആ മാരകമായ രാസവസ്തു അലക്ഷ്യമായി ആ ലാബിന്റെ സമീപത്ത് വെച്ചത് തന്നെ വലിയ തെറ്റ് തന്നെ. ഇത്രയും മാരകമായ ഒരു രാസവസ്തു ഒരു ലാബിൾ പോലും ഇല്ലാതെയാണ് ആ കാനിൽ നിറച്ചു വെച്ചത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ആ ആശുപത്രിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.